രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. രാത്രിയായതും ഒരു കറുത്ത രൂപം ഐസിയുവിന്റെ ഫ്രണ്ടിലെത്തി. പുറത്തു നിൽക്കുന്നവരെ ഒന്ന് നോക്കിയതിനു ശേഷം ഐസിയുവിനുള്ളിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞതും അച്ചു ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നു കാണുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു രൂപത്തെയാണ്. മരുന്നിന്റെ എഫക്റ്റ് അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. അപ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ ചുറ്റിനും പരക്കുന്ന ക്രീഡ് അവൻസ് പെർഫ്യൂം. അയാളുടെ നോട്ടം അവളുടെ കയ്യിലേക്കും കെട്ടിവച്ചിരിക്കുന്ന കാലിലേക്കും പോയി. നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് മാത്രമേ അധികാരമുള്ളൂ ബാർബി ഗേൾ. മറ്റൊരാൾ അതിന് ശ്രമിച്ചാൽ അതിനേക്കാൾ കൂടുതൽ വേദന നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് നിനക്ക് താങ്ങുന്നതിലും അപ്പുറമായിരിക്കും ബാർബി ഗേൾ. അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. രാവിലെ ആയതും അച്ചു കണ്ണുകൾ തുറന്നു നോക്കി. മുകളിൽ കറങ്ങുന്ന ഫാനിൽ നിന്നും മനസ്സിലായി താൻ എവിടെയാണെന്ന്. പെട്ടെന്നാണ് അവളുടെ മൂക്കിലേക്ക് ക്രീഡ് അവൻസ് പെർഫ്യൂം ഇരച്ചു കയറിയതും അവൾക്ക് അന്നത്തെ ദിവസം ഓർമ്മ വന്നത്. കണ്ണുകളിൽ ഭയം ഇരച്ചു കയറി. അവൾ മുന്നീറിറക്കി ചുറ്റും നോക്കി. എന്നാൽ ആരെയും തന്നെ കാണാൻ സാധിച്ചില്ല. അവൾക്കതൊരാശ്വാസമായിരുന്നു. കൈ ഉയർത്തിയപ്പോഴാണ് ട്രിപ്പ് ഇട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോഴേക്ക് ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. ആ, താൻ എഴുന്നേറ്റോ? അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. സിസ്റ്ററെ, ഐഷു അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നതുകൊണ്ട് ചോദിച്ചു. രണ്ടുപേരും ഉണ്ട്, കാണണോ? ആ, ഞാൻ വിളിക്കാം. അച്ചുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേഴ്സ് പുറത്തേക്ക് പോയി. നേഴ്സ് പറഞ്ഞ പ്രകാരം ഐഷുവും അമ്മയും വന്നു. അമ്മ, ഐഷു. ഇരുവരെയും കണ്ടതും ഐഷു വിതുമ്പിപ്പോയി. ഒന്നുമില്ലടാ. അമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ടടാ? വേദനയുണ്ടോ? ചെറുതായി. കൈക്കോ മോളെ? കൈക്കിപ്പോ കുഴപ്പമില്ല അമ്മ. ഇന്ന് മോളെ റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ എക്സാം എഴുതാൻ പറ്റുമോന്നറിയില്ല. അത് കേട്ടതും അച്ചുവിന്റെ കണ്ണു നിറഞ്ഞു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഈ ഐഷു ഉള്ളപ്പോ നീ എക്സാം എഴുതിയിരിക്കും. അതെനിക്കൊരു വാശിയാ. അത് കേട്ടതും ഐഷു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് അച്ചുവിന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ വന്നു. അഹല്യക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഫീലിംഗ് ബെറ്റർ. കാലിന് വേദനയുണ്ടാവും. നല്ല ആഴത്തിലുള്ള മുറിവാണ്. കാല് കുത്താതെ നോക്കണം. മുറിവ് ഉണങ്ങാനുള്ള ഓയിൽമെന്റ് എഴുതിയിട്ടുണ്ട്. അത് 3 നേരം പുരട്ടുക. നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഓയിൽമെന്റ് പുരട്ടാൻ പാടുള്ളൂ. ഇൻഫെക്ഷൻ ആകാതെ നോക്കണം. വേദനക്കുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഇന്നൊരു ദിവസം കൂടി നിന്നിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ. സിസ്റ്റർ, ഇവരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക്. ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞതും അച്ചുവിനെ റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് എത്തിയ അച്ചുവിൻ വിശപ്പിന്റെ വിളി വന്നു. അമ്മ, വിശക്കുന്നു. സ്വന്തം വയർ ഉഴുന്നുകൊണ്ട് അച്ചു പറഞ്ഞു. അമ്മ പോയി കഞ്ഞി വാങ്ങിക്കൊണ്ടുവരാം. വൈദ്യു അമ്മ പോയതും അച്ചു ഐഷുവിനെ നോക്കി. ഐഷു, എന്താടാ? വേദനിക്കുന്നുണ്ടോ? ഡോക്ടറെ വിളിക്കണോ? ഇല്ലടാ, ഞാൻ കണ്ടടാ. ആരെ കണ്ട കാര്യമാ നീ പറയുന്നേ? അദ്ദേഹത്തെ. എപ്പോ? ഇവിടെ വന്നോ? ഒരു കറുത്ത രൂപം എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ ആ പെർഫ്യൂം, അതിപ്പോഴും എൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. നിനക്കുറപ്പാണോ? ചിലപ്പോ തോന്നിയതാണെങ്കിലോ? ഇല്ലടാ. നീ അത് വിട്. നിനക്ക് ഫ്രഷ് ആവണ്ടേ? വാ. അച്ചു ഫ്രഷായി വന്നതും വൈദ്യു അമ്മ കഞ്ഞിയുമായി വന്നു. അവളെ കൊണ്ട് അത് മുഴുവനും കുടിപ്പിച്ചു. മരുന്നും കൊടുത്തു മയങ്ങി. ബിൽസൊക്കെ സെറ്റിൽ ചെയ്തിട്ടാണ് ധ്രുവ് തിരികെ പോയത്. വൈദ്യു അമ്മയും ഐഷുവും വേണ്ടെന്ന് കുറെ പറഞ്ഞെങ്കിലും ധ്രുവ് തന്നെ ക്യാഷ് സെറ്റിൽ ചെയ്തു. പിറ്റേ ദിവസം അച്ചുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിരുന്നു. ഇന്നാണ് എക്സാം തുടങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അച്ചുവിനെ വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. ഓട്ടോറിക്ഷയിലാണ് രണ്ടുപേരും പോകുന്നത്. കൂടെ വൈദ്യു അമ്മയുണ്ട്. അച്ചു, പോകാം? റെഡിയായി വന്ന ഐഷു അച്ചുവിനോട് ചോദിച്ചു. ആ, പോകാം ഐഷു. അമ്മ വാ. 3 പേരും കൂടി കോളേജിലേക്ക് പുറപ്പെട്ടു. ആദ്യ ദിവസം തന്നെ നേരത്തെയാണ് പോയത്. പരീക്ഷ ഹാളെല്ലാം കണ്ടുപിടിക്കണം. കോളേജിലെത്തിയതും വൈദ്യു അമ്മയും ഐഷുവും കൂടി അച്ചുവിനെ പിടിച്ച് വീൽ ചെയറിലേക്ക് ഇരുത്തി. നീ ഇവിടെ ഇരിക്കെ, ഞാൻ നോട്ടീസ് ബോർഡിൽ പോയി നോക്കിയിട്ട് വരട്ടെ ഏത് ഹാളിലാണ് എക്സാം എന്ന്. എന്തായടാ, നോക്കിയോ? ഐഷു വന്നതും അച്ചു ചോദിച്ചു. നോക്കി. നീ മുകളിൽ നിലയിലാ. ഞാൻ വേറെ ക്ലാസ്സിൽ, നീ വേറെ ക്ലാസ്സിൽ വേണം. അതാണോ നിന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? അല്ല പിന്നെ. ആ ധന്യയെ കണ്ടു. അവൾ എന്തു പറഞ്ഞു? നിന്നെ കൊണ്ട് പരീക്ഷ എഴുതിക്കില്ലെന്ന്. ഓ എന്റെ ഐഷു, നീ അത് വിട്ടില്ലേ? അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് നീ അതും ആലോചിച്ച് നിൽക്കുവാണോ? അവൾ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. അമ്മ വാ.
വീൽ ചെയർ പോകാൻ പറ്റിയ സ്റ്റെപ്പിലൂടെയാണ് ഐഷു അച്ചുവിനെ കൊണ്ടുപോയത്. അച്ചുവിനെ നേരെ ക്ലാസ്സിലേക്ക് കയറ്റിയിട്ടാണ് ഐഷു തന്റെ എക്സാം ഹാളിലേക്ക് പോയത്. എക്സാം കഴിയുമ്പോൾ ക്ലാസ്സിന് പുറത്ത് വെയിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടാണ് ഐഷു പോയത്. ആദ്യ ദിവസം തന്നെ രണ്ടും നന്നായിട്ട് എക്സാം എഴുതി. അങ്ങനെ ലാസ്റ്റ് എക്സാം ദിവസം വന്നെത്തി. പതിവ് പോലെ ഐഷുവും വൈദുവും അമ്മയും കൂടിയാണ് വന്നത്. അച്ചുവിനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മുകളിലേക്ക് കൊണ്ടുപോയി ക്ലാസ്സിന് ഫ്രണ്ടിലാക്കിയതും ഐഷുവിനെ അമ്മു എന്ന് വിളിച്ചു. ഐഷു, നിന്നെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. എന്നെയോ? അതെ. അതാ വരുന്നു. ഐഷു, നീ ചെല്ല്. ഇനി ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഇല്ലടാ, ഞാൻ നിന്നെ അകത്തേക്ക് ആക്കിയിട്ടേ പോകുന്നുള്ളൂ. കുഴപ്പമില്ലടാ, നീ പോയി സാറിനെ കണ്ടിട്ട് വാ. എന്നാ ശരി. ഐഷു നേരെ താഴേക്ക് പോയതും അച്ചുവിനെ ആരോ പുറകിൽ നിന്നും താഴേക്ക് വീൽ ചെയർ അടക്കം തള്ളിയിട്ടു. അമ്മേ! അച്ചുവിന്റെ വീൽ ചെയർ അടക്കം താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. താഴേക്ക് വീണാൽ പിന്നെ താനില്ല. 3-ാം നിലയിലെ ബാൽക്കണി പോലുള്ള സ്ഥലത്തേക്കാണ് അച്ചുവിനെ ഉന്തിയിട്ടത്. അതിനു ചുറ്റും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. അത് കണ്ടതും അവൾ പരമാവധി തന്റെ കൈ കൊണ്ട് നിർത്താൻ നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് കൈ വീൽ ചെയറിൽ തട്ടി ചോരകിനിയുന്നുണ്ട്. തന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖം മനസ്സിലേക്ക് ആവാഹിച്ച് ഇനി താൻ ജീവനോടെ കാണില്ലെന്ന് മനസ്സിലായി. ഇതേ സമയം ഐഷു അച്ചുവിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്നതും കാണുന്നത് അച്ചു താഴേക്ക് വീഴുന്നതാണ്. അച്ചു! ഐഷു പിറകെ ഓടിച്ചെല്ലാൻ നിന്നതും തന്നെ അവളെ വട്ടം കയറി പിടിച്ചു. വിടടി! അവിടെ നിൽക്കുമോളെ, നിന്റെ അച്ചുവിന്റെ ബോർഡ് താഴേക്ക് പോകുന്നതും കൂടി കണ്ടിട്ടേ നിന്നെ ഞാൻ വിടും. അത് കേട്ടതും ഐഷുവിന് ദേഷ്യം ഇരച്ചു കയറി. തന്നെ പിടിച്ചു മാറ്റി ഐഷുവിന്റെ അടുത്തേക്ക് ഓടി. ഐഷു ചെല്ലുമ്പോൾ കാണുന്നത് വീൽ ചെയറിൽ പിടിമുറുക്കിക്കൊണ്ട് ആ ഗ്ലാസിന്റെ തൊട്ടടുത്ത് മുട്ടില്ല എന്ന രീതിയിൽ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ടിരിക്കുന്ന അച്ചുവിനെയാണ്. ഐഷു ഓടിച്ചെന്ന് അച്ചുവിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി കെട്ടിപ്പിടിച്ച്. അച്ചു! അച്ചുവിന്റെ ശരീരത്തിലെ ബ്രെയിലിൽ നിന്നും മനസ്സിലായി അവൾ എത്രത്തോളം പേടിച്ചിട്ടുണ്ടെന്ന്. അച്ചു! താൻ വിളിച്ചിട്ടും നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന അച്ചുവിനെ അവൾ കുലുക്കി വിളിച്ചു. അപ്പോഴും അവൾ അവൾക്ക് ചുറ്റും പരക്കുന്ന ക്രീഡ് അവൻ പെർഫ്യൂമിൽ മുരുകിക്കിടക്കുകയായിരുന്നു. ഞെട്ടിക്കൊണ്ട് അച്ചു ഐഷുവിനെ നോക്കിയതും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പേടിച്ചു പോയി ഞാൻ. അത് കേട്ടത് ഐഷു അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു തോളിൽ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. വിട്ടിട്ട് പോവില്ലെന്ന് പറയുന്നത് പോലെ. എത്ര നേരം അങ്ങനെ നിന്ന് രണ്ടുപേർക്കും അറിയില്ല. എക്സാം ബെല്ലടിച്ചപ്പോഴാണ് രണ്ടുപേരും ഞെട്ടിയത്. ഐഷു വേഗം അവളെ എക്സാം ഹാളിലേക്ക് കയറ്റിക്കൊണ്ട് എക്സാം കഴിഞ്ഞ് പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഐഷു അവളുടെ ഹാളിലേക്ക് പോയി. അച്ചുവിന്റെ മനസ്സ് മുഴുവനും ആ ആക്സിഡന്റിലായിരുന്നു. അതറിഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞു, ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇപ്പൊ മോള് നന്നായി എക്സാം എഴുതും. വേറെ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അവൾ തലയാട്ടിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം ഒരുവൻ നിരീക്ഷിക്കുന്നത് അവൾ അറിഞ്ഞില്ല. ഇനിയുള്ള ദിവസങ്ങൾ തനിക്ക് കാവലായി കരുതലായി ഒരുവൻ ഉണ്ടാവുമെന്നറിയാതെ. എക്സാം കഴിഞ്ഞ് ഐഷു വരുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അച്ചുവിനെയാണ് കണ്ടത്. അച്ചു! വിളിച്ചിട്ടും വിളി കേൾക്കാതിരിക്കുന്ന അച്ചുവിനെ ഐഷു തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ഐഷു വിളിച്ചത് ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ രണ്ടും നിറഞ്ഞിട്ടുണ്ട്. എന്താടാ, എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? ഐഷു അച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. കണ്ണുകൾ നിറച്ച് ഒന്നുമില്ലെന്ന് തലയനക്കിക്കൊണ്ട് അച്ചു പറഞ്ഞെങ്കിലും എന്തോ കാര്യം അവളെ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്തതിൻ്റെ ആണോ? അത് സാരയില്ല, നീ നിന്റെ ബെസ്റ്റ് എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അവളല്ലെന്ന് തലയനക്കി കാണിച്ചു. പിന്നെന്താടാ? ഒന്നുമില്ല. അത് കേട്ടപ്പോൾ ഐഷുവിന് ദേഷ്യം കയറി. പിന്നെ നീ എന്തിനാ വെറുതെ കണ്ണു നിറച്ചിരിക്കുന്നേ? മര്യാദക്ക് കാര്യം പറഞ്ഞു. അച്ചു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ കണ്ടടാ. ആരെ കണ്ട കാര്യമാണ് നീ പറയുന്നേ? നീ ഇവിടെ ഇരിക്ക ഐഷു. അവളുടെ അടുത്തുള്ള ബെഞ്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അയാളെ കണ്ടു. ആദ്യമൊന്ന് നെറ്റിച്ചൊളിച്ചെങ്കിലും പിന്നീട് എന്തോ ഓർത്ത പോലെ അച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ആണോ? എങ്ങനെ? എപ്പോൾ? ഞാൻ താഴേക്ക് വീഴാൻ പോയില്ലേ അപ്പോൾ. മുഖം കണ്ടോ നീ? ഇല്ലെന്ന് തലയനക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോ പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ മുഖത്തൊരു മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ? ഐഷു ചോദിച്ചത്. രാവിലെ നടന്ന ആ രംഗം അച്ചുവിന്റെ മനസ്സിലേക്ക് വന്നു. ക്ലാസ്സിലേക്ക് ഐഷു കൊണ്ടുവന്നപ്പോഴാണ് പ്രിൻസിപ്പൽ ഐഷുവിനെ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അമ്മു എന്ന് പറഞ്ഞതും പിന്നെ ഞാൻ തന്നെ ക്ലാസ്സിൽ കയറിക്കോളാം എന്ന് പറഞ്ഞ് ഐഷുവിനെ പറഞ്ഞു വിട്ടത്. ഐഷു പോയി. ഞാൻ വീൽ ചെയർ തിരിച്ചത് ആരോ ഒരാൾ എന്നെ തള്ളിയിടുകയാണ് ചെയ്തത്. താഴേക്ക് പോകുമ്പോൾ പേടി കൂടി വന്നു. വലത് കൈ കൊണ്ട് വീൽ ചെയർ നിർത്താൻ ഞാൻ നോക്കിയെങ്കിലും അത് വെറും പാഴ്ശ്രമമായി. തൻ്റെ വിധി ഇതായിരിക്കുമെന്ന് മനസ്സിലായത് മരിച്ചുപോയ അച്ഛൻ്റെയും പിന്നെ അമ്മയുടെയും മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പിടിച്ചു നിന്നു.
താഴേക്ക് വീഴാൻ പോയത് ആരോ തന്നെ തന്റെ വീൽചെയർ ഉൾപ്പെടെ പൊക്കിയെടുത്ത് നെഞ്ചത്തേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അയാളുടെ നെഞ്ചു കിടന്നിരിക്കുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ആ നെഞ്ചിടിപ്പിൽ തന്നെ അയാൾ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അത്രയും ശബ്ദത്തോടെയാണ് മിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഭയം കൊണ്ട് ഞാൻ കൈകൾ ആ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ആ പെർഫ്യൂം സ്മെല്ലിൽ നിന്നാണ് ഞാൻ നെട്ടി നോക്കിയത്. അവിടെ പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. നീ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ നെട്ടിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഐഷു. ആരാ എന്റെ പുറകിലുള്ളതെന്ന്. ഞാനായിട്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ആരോ എന്റെ നിഴല് പോലെയുണ്ട്. എനിക്ക് പേടി തോന്നുക. ഹേയ്, ഒന്നുമില്ലടാ. എന്തായാലും അയാൾ കാരണം എന്റെ അച്ഛൻ്റെ ജീവൻ അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചിലപ്പോൾ നിന്റെ രക്ഷകനായിരിക്കും, ചിലപ്പോൾ ശിക്ഷകനും ആകാം. അത് അയാൾ തന്നെ തീരുമാനിക്കണം. നീ പേടിക്കാതിരിക്കെ. എന്തുണ്ടെങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ. വാ, നമുക്ക് പോകാം. വൈദ്യമ്മ നോക്കിയിരിക്കുക. നീ ഇന്ന് നടന്നതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ. പാവം, ഇതും കൂടി അയാൾ താങ്ങൂല. ഐഷു അച്ചുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ ഐഷു വന്ന് വിളിക്കുമ്പോഴാണ് അച്ചു എഴുന്നേൽക്കുന്നത്. വൈദ്യമ്മേ, അച്ചു എന്തേ? അങ്ങോട്ടേക്ക് വന്ന് ഐഷു ചോദിച്ചു. അവൾ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു ഐഷു. ഇത്ര സമയമായിട്ട് എഴുന്നേറ്റില്ലേ? പരീക്ഷ ആയതിന്റെ ക്ഷീണം ഉണ്ടാവും. ഇത്ര ദിവസം ഉറക്കമൊഴിച്ച് പഠിച്ചതല്ലേ, അതാ ഞാൻ വിളിക്കാൻ. കുറച്ചേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നീ നേരത്തെ എഴുന്നേറ്റ് പോന്നോ? അതിന് വൈദ്യമ്മ അല്ലല്ലോ എന്റെ അമ്മ. 8 മണിയായെന്നും പറഞ്ഞ് എന്റെ ടിക്കറ്റ് 2 തന്നാ എന്നെ എഴുന്നേപ്പിച്ച്. അമ്മയാണത്രേ അമ്മ. സ്വന്തം മകൾ പരീക്ഷ കഴിഞ്ഞ് കുറച്ചു നേരം ഉറങ്ങാൻ സമ്മതിക്കാത്തൊരമ്മ. അവൾ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോ അവൻ രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ പോയി. ഞാനിന്ന് അച്ഛനെ നോക്കട്ടെ. ഐഷു നേരെ അച്ചുവിന്റെ റൂമിലേക്ക് ചെന്നു. ചെറിയ ഒരൊറ്റ നില വീടാണ്. അച്ചുവിന്റെ മുത്തശ്ശൻ പണിത വീടായതിനാൽ അതിൻ്റെതായ കാലപ്പഴക്കമുണ്ട്. 3 മുറികളും ഒരടുക്കളയും വർക്ക് ഏരിയയും കൂടിയ വീടാണ്. ബാത്റൂം പുറത്തായതിനാൽ അച്ചുവിന്റെ റൂമിൽ അച്ഛനൊരു ബാത്റൂമും കൂടി പണി കഴിപ്പിച്ചിരുന്നു. അച്ചുവിന്റെ റൂമിലേക്ക് കയറി. നല്ല വൃത്തിയോടുകൂടിയ മുറി. എല്ലാം അടുക്കും ചിട്ടിയോടും കൂടി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ അച്ചുവിന്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫോട്ടോസ്. അതിൽ അവൾ ഡാൻസ് കളിക്കുന്ന ഫോട്ടോ പോലും ഉണ്ട്. ഒരു സൈഡിൽ ഒരു ബുക്ക് സ്റ്റാളും നിരവധി ബുക്കുകളും അതിലുണ്ട്. എല്ലാം രാമചന്ദ്രന്റെ നിർബന്ധമാണ്. രാമചന്ദ്രൻ ഒരു പുസ്തകപ്രിയനാണ്. പുതിയ പുസ്തകങ്ങൾ കണ്ടാൽ അപ്പം മേടിക്കുമായിരുന്നു. അത് വായിച്ചിട്ട് അദ്ദേഹം വേറെന്തും ചെയ്യുമായിരുന്നുള്ളൂ. അത് അവൾക്കും കൂടി പകർന്നു കിട്ടി. എന്തെങ്കിലും ഒരു പുസ്തകം കണ്ട അത് വിടാതെ വായിച്ചിരിക്കും. അവൾ വായിക്കാത്ത പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എല്ലാം വായിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാം. നമുക്ക് പിന്നെ പുസ്തകം അലർജി ആയതിന് ആ ഭാഗത്തേക്കേ നോക്കാറില്ല. പഠിക്കാൻ മാത്രം എടുക്കും. അതിന്നും അവൾ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു. എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അച്ചുവിനെ വിളിച്ചു. അച്ചു! കണ്ണുകൾ ചിമ്മി തുറന്ന് നോക്കിയതും ഐഷുവാണ്. നീ എപ്പോന്നു? ഞാൻ കുറച്ചായി വന്നിട്ട്. അപ്പോഴാ വൈദ്യു അമ്മ പറഞ്ഞ നീ എഴുന്നേറ്റിട്ടില്ലെന്ന്. അതാ വിളിക്കാമെന്ന് വിചാരിച്ചേ. എന്താടാ, സുഖമില്ലേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട്. പനി എന്തെങ്കിലും ഉണ്ടോ? അവളുടെ കഴുത്തേക്ക് തൊട്ട് നോക്കിക്കൊണ്ട് ഐഷു ചോദിച്ചു. ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇന്നലെ ഡേറ്റ് ആയിരുന്നു, അതിൻ്റെതാണ്. നീ പോയി ഫ്രഷായി വാ. ഫ്രഷായി വന്ന അച്ചുവിനോട് ഐഷു ചോദിച്ചു. ഡാ, നിനക്ക് മെയിൽ വല്ലതും വന്നിരുന്നോ? ഞാൻ നോക്കിയില്ലടാ. പ്രിൻസിപ്പൾ പറഞ്ഞത് 5-ാം തീയതിക്ക് ചോദിച്ചേനല്ലേ. അപ്പൊ ഇന്ന് 2-ാം തീയതി. ഇനി ആകെ 3 ദിവസമല്ലേ ഉള്ളൂ. നീ നോക്കിക്കേ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വല്ലതും അയച്ചിട്ടുണ്ടോന്ന്. അതിന്റെ പ്രിന്റ് എടുത്തിട്ട് വേണം പോകാൻ. ഞാൻ നോക്കാം. ഐഷു ഫോൺ എടുത്ത് അച്ചുവിന്റെ മെയിൽ ചെക്ക് ചെയ്തു. അച്ചുവിനെ നോക്കി. എന്താ? കണ്ണാടിയിൽ നോക്കി. മുടി ചീകുകയായിരുന്ന അച്ചു ഐഷുവിന്റെ നോട്ടം കണ്ട് ചോദിച്ചു. വന്നിട്ടുണ്ട്. 9:30 എത്തണമെന്നാ പറഞ്ഞേക്കുന്നത്. ബാംഗ്ലൂരാണ് സ്ഥലം. താമസം കമ്പനി വക ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയാ? അപ്പൊ നമ്മൾ 4-ാം തീയതി ഇവിടുന്ന് പോകണം. എന്നാലേ രാവിലെ അവിടെ എത്തത്തുള്ളൂ. ട്രെയിനിൽ പോകാം. ബസ് വേണോ? നീ 4-ാം തീയതി ട്രെയിൻ ഉണ്ടോന്ന് നോക്കിയേ, എന്നിട്ട് ബസ്സിൽ പോകണമെന്ന് നോക്കാം. 4-നുണ്ടടാ ട്രെയിൻ. വെളുപ്പിന് 5 മണിക്കാ ട്രെയിൻ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടടാ? ചെയ്തോ. അപ്പൊ 4 മണിക്ക് ഇവിടുന്ന് പോകണം, എന്നാലേ സ്റ്റേഷനിൽ എത്തുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാം. എന്നാ വാ, അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. രണ്ടുപേരും കൂടി നേരെ അടുക്കളയിലേക്ക് പോയി വൈത്തുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ കഴിക്കും മക്കളെ. ഇഡ്ഡലിയും സാമ്പാറും എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും കഴിച്ചെഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. അച്ചു! എന്താ അമ്മ? ഇതിലൊരു 5000 രൂപയുണ്ട്. നിനക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കും. ബാക്കി നാളെ അമ്മ ചിട്ടി പിടിച്ചിട്ടുണ്ട്. നാളെ തരാന്നാ പറഞ്ഞേക്കുന്നേ. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അമ്മേനെ നോക്കി. എന്താടാ കണ്ണു നിറച്ചിരിക്കുന്നേ? അച്ചുവിന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് വൈദ്യു ചോദിച്ചു. ഒന്നുമില്ലെന്ന് തലയനക്കി. തന്റെ അമ്മ തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. തന്റെ കയ്യിൽ 3000 രൂപ ഉണ്ടായിരുന്നു.
കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർ തരുന്ന ഫീസിൽ നിന്നും മിച്ചം പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാമെന്നാ വിചാരിച്ച് അമ്മയോട് മനഃപൂർവ്വം ചോദിക്കാതിരുന്നത്. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് ഐഷുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എവിടെ പോകാനാടാ ഐഷു? നമുക്ക് കൃഷ്ണയിൽ പോകാടാ, അവിടെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട്. ഒരു ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് കൃഷ്ണയിലേക്ക് പോയി. അവിടെ എത്തിയത് നല്ല തിരക്കാണ്. നല്ല തിരക്കാണല്ലോ ഐഷു. ഡിസ്കൗണ്ട് സെയിൽ അല്ലേടാ, അതാ. അങ്ങനെ അച്ചുവിന് 4 ജീൻസും 6 ടോപ്പും 3 ചുരിദാറും എടുത്തു. ഐഷുവും സെയിം തന്നെ എടുത്തു. തിരിച്ചു പോകുന്ന വഴി ഒരു കഫേയിൽ കയറി അപ്പോയിന്റ്മെന്റ് ലെറ്റർ പ്രിന്റ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് കയറുമ്പോഴാണ് വൈദ് ഫോണും കൊണ്ട് വന്നത്. അച്ചു, സിദ്ധുമോനാണ്. ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും അമ്മയുടെ മുമ്പിൽ അത് കാണിക്കാതെ ഫോൺ മേടിച്ച് കാതിൽ വെച്ച്. അച്ചു, ഇതുവരെ ഇല്ലാത്ത ഗൗരവത്തിൽ സിദ്ധു വിളിച്ചതും. അച്ചു ഒന്ന് നെറ്റി വിളിക്കി. അച്ചു! അച്ചുവിൽ നിന്നും മറുപടി ഒന്നുമില്ലെന്ന് കണ്ടത് സിദ്ധു ദേഷ്യത്തോടെ ഒന്നുകൂടി വിളിച്ചു. അത് മനസ്സിലായതുപോലെ അച്ചു സംസാരിച്ചു. പറയ് സിദ്ധുവേട്ട. അവളുടെ സിദ്ധുവേട്ട എന്ന വിളിയിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എപ്പോഴാ പോകുന്നേ? 4-ാം തീയതി 5 മണിക്കാണ് ട്രെയിൻ. സൂക്ഷിച്ചു വെക്കോണം. ഓക്കെ ബൈ. ഫോൺ വെച്ചതും ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് റൂമിൽ പോയി കവറെല്ലാം അലമാരയിൽ എടുത്തു വെച്ച് പുറത്തേക്ക് നടന്നു. അച്ഛനെ അടക്കം ചെയ്തിട്ടുള്ള അസ്ഥിത്തറയിൽ അടുത്ത് വന്നിരുന്നുകൊണ്ട് അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അറിയില്ല അച്ഛ, എന്താ നടന്നതെന്ന്. സിദ്ധുവേട്ടനോട് ഒരു ഇഷ്ടം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്തൊക്കെയോ രഹസ്യം ഒളിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഐഷു പറഞ്ഞ പോലെ അച്ഛന്റെ ആക്സിഡന്റിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാവുമോ? അറിയില്ല, ഒന്നും അറിയില്ല. കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചത് ഒരിളം കാറ്റ് അവളെ തഴുകി കടന്നുപോയി. അവളുടെ മനസ്സിൽ അച്ഛന്റെ റൂമിലൊന്ന് കയറി നോക്കാൻ ആരോ പറയും പോലെ അവൾ ഒന്നുകൂടി അസ്ഥിത്തറയിൽ ഒന്ന് നോക്കിക്കൊണ്ട് വീട്ടിലേക്ക് കയറി. അച്ഛന്റെ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരുതരം പോസിറ്റീവ് എനർജി വന്നതുപോലെ അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. അവൾ ഓരോ സ്ഥലവും പരിശോധിച്ചു. അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെയാണ് അച്ഛന്റെ ബുക്സ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് കാണുന്നത്. അവിടേക്ക് ആരോ ക്ഷണിക്കുന്നത് പോലെ അവിടേക്ക് നടന്നു ഓരോ പുസ്തകങ്ങളും എടുത്തു നോക്കി. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ഓരോ പുസ്തകങ്ങൾ എടുത്തു മാറ്റിയപ്പോഴാണ് മതിലിനോട് ചേർന്ന് ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുന്നത് കണ്ടത്. അത് തന്നെയായിരിക്കും അച്ഛന്റെ ഡയറി എന്ന് അച്ഛൻ മനസ്സിലാക്കി. അതെടുത്ത് കട്ടിലിൽ വെച്ച് മറ്റു പുസ്തകങ്ങൾ യഥാസ്ഥാനത്ത് തന്നെ എടുത്തു വെച്ച് അവൾ ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഡയറി എടുത്തു തുറന്നു. ആദ്യ പേജിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2-ാമത്തെ പേജ് തുറന്നു അമ്മ വിളിച്ചു. പിന്നെ അങ്ങനെ തന്നെ അടച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി. ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.